ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പെസ്സില്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേഷൻ വന്നായിരുന്നു. അപ്ഡേഷന് ശേഷം അവർ ഈവൻറ്റ് സെക്ഷനിൽ പുതിയൊരു ഇവൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടീം എഫോർഡ് എന്നാണ് ഈ ഇവൻറ്റിൻ്റെ പേര്. സംഭവം എന്തോ ഫിഫ വേൾഡ് ക്യാമ്പിനെ സംബന്ധിച്ച് എന്താണ്ട് ഒരു ഇവൻറ്റാണ്, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഇതിൽ പലർക്കും മനസ്സിലാവാത്ത സംഭവമാണ്. ഇതുണ്ടാ ഫസ്റ്റ് ആണ് പ്ലെയർ റെസ്ട്രിക്ഷൻസ് എന്ന്. ഇതെന്ന് വെച്ചാൽ എന്തെന്നാ, നമ്മളിപ്പോൾ ഒരു കളി കളിച്ച് അത് ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ സ്കോഡിട്ട് ഈ ആദ്യത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ കളി ഈ സ്കോഡിട്ട് കളിക്കാൻ പറ്റില്ല. എനിക്ക് ഒന്നെങ്കിൽ സബിലുള്ള പ്ലേയേഴ്സോ അല്ലെങ്കിൽ റിസർവിലുള്ള പ്ലേയേഴ്സോ കളിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ കളി ഈ സബിലുള്ള പ്ലേയേഴ്സിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് മൂന്നാമത്തെ കളി എനിക്ക് സബിലുള്ള പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റിസർവിലുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് തന്നെ കളിപ്പിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കളിക്കാത്തവർക്കൊരു ചാൻസ് കൊടുക്കണ രീതിയിൽ നമ്മൾ ഈ ടീമിൽ ഇറക്കാണ്ടൊക്കെ ഇരിക്കില്ല. അങ്ങനെ ബേസ് ചെയ്താൽ തോന്നുന്നു, എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ആ ഒരു സംഭവമാണ് എന്തായാലും. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് മറ്റേ ബൂസ്റ്റർ ടോക്കൺ കിട്ടുന്ന സമയത്ത് ലാസ്റ്റ് കളി എന്നൊക്കെ പറയുമ്പോൾ ഗോളാസോല രീതിയിലുള്ള കളിയായിരിക്കും. അപ്പോൾ അതിൽ മെയിൻ സ്കോഡ് കളിക്കുന്നതായിരിക്കും ഏറ്റവും അടിപൊളി. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. മാക്സിമം എല്ലാവരും ഫസ്റ്റ് തന്നെ സാധാ പ്ലേയേഴ്സിൻ്റെ കളിക്കാൻ നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ഗൈസ്.